ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കാം. എങ്ങനെയാണ് അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തുലാവർഷമൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്തായാലും മഴയില്ല. അതുകൊണ്ടിപ്പം ഒരുപാട് മുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് നമുക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മഴയൊക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കണക്ക് മുട്ട് കൊഴിഞ്ഞു പോകുന്നതും ചിലപ്പം ചെടി തന്നെ നശിച്ചു പോകും. എൻ്റെ ഈ സമയത്ത് ഒരു ചെടി ഒന്നല്ലോ 2-3 ഐറ്റം നല്ല വെറൈറ്റി ഡബിൾ പെറ്റലെല്ലാം അഴുകിപ്പോയായിരുന്നു. പിന്നല്ലേ നമ്മളെടുത്ത് ഷെയ്ഡിൽ വെക്കണം. മഴ തീരുന്നിടം വരെ വീടിൻ്റെ ഷെയ്ഡിലെ എവിടെയെങ്കിലും. ഷെയ്ഡിലാകുമ്പോൾ പിന്നെ വെള്ളം ചെറുതായിട്ടേ വീഴത്തോളല്ല, ചിലപ്പോൾ വീഴത്തുമില്ല. അങ്ങനെ എന്നാൽ മഴ തീരുന്നിടം വരെ ഷെയ്ഡേ വെച്ചിരുന്നാൽ മതി. മഴ തീർന്നു കഴിഞ്ഞിട്ട് കാരണം ഇനിയിപ്പം നവംബറായി, ഇതിപ്പോൾ നവംബർ കഴിഞ്ഞ് ഇനിയിപ്പം നവംബർ അവസാനം കൂടി കഴിയുമ്പോൾ പിന്നെ മഴ അങ്ങനെ പെയ്യത്തില്ല. പിന്നീട് അങ്ങോട്ട് പൂക്കളുടെ ഒരു സീസണാണ്. കാരണം പിന്നീട് വേനൽക്കാലവും കൂടി വരിക. അപ്പം അടീനിയവും താമരയും എല്ലാം നന്നായിട്ട് വിരിയുന്ന ഒരു സീസണാണ് വരുന്നത്. അതായത് കണ്ട, ഇതെൻ്റെ അടിപൊളി ഒരു വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ പോയത് ഇതിൻ്റെ ഗ്രാഫ്റ്റും പോയി, ചെടി ഫുള്ള് പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പുതിയൊരു വെറൈറ്റി ആയിരുന്നു. ഇതാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടായിരുന്നെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി ഇതിനെ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിട്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം മഴയും വെയിലൊന്നും തട്ടാതെ ഇതിനൊക്കെ ചെറുതായിട്ടൊന്നും ഞെങ്ങിയാണെങ്കിൽ എടുത്തങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. കുറേ നാൾ, 1 മാസമൊക്കെ ഇട്ടിരുന്നാലും അത് നല്ലങ്ങ് സ്ട്രോങ് ആവും. പിന്നെ അപ്പോൾ നമ്മളിതാ ഈ ഒരു സാധാ സിംഗിൾ പെറ്റൽ അടീനിയത്തിനകത്ത് നല്ല അടിപൊളി ഒരു ഡബിൾ പെറ്റൽ അടീനിയം ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാം. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ആയി. ഒരു സിംഗിൾ പെറ്റലായ ഒരു യെല്ലോ റെഡിഷ് കളറായ ഡബിൾ പെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സിംഗിൾ പെറ്റൽ അടീനിയം ചെടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 3 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്. നമ്മളങ്ങനെ വലുതായിട്ട് നോക്കാറിട്ടിരുന്ന ഒരു ചെടിയാണ്. 3 ബ്രാഞ്ചസ് ഉണ്ട്. ഈ 3 ബ്രാഞ്ചസിലും നമുക്ക് ഒരു വെറൈറ്റി തന്നെ വെക്കുന്നുള്ളൂ. എന്തായാലും 3 ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മഴ വരാതിരുന്നാൽ ഭാഗ്യം. കാരണം മഴ വന്നില്ലെങ്കിൽ അത് 100% സക്സസ് ആവും. മഴ പെയ്താൽ പണിയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 7-8 ദിവസം ആകുമ്പം ഇതിൽ നിന്ന് അതിൻ്റെ ഒരു മുള പൊട്ടിത്തുടങ്ങും. പിന്നെ ഒരു 10-20 ദിവസം കഴിയുമ്പം തന്നെ അതിൽ നിന്ന് ലീഫൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലേഡാണ് എടുത്തിരിക്കുന്നത്. സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് വേണം. അതല്ലെങ്കിൽ നല്ല തീയിൽ ചൂടാക്കിയ ബ്ലേഡായാലും മതി. ബ്ലേഡോ കത്തിയോ അങ്ങനെ ഏതെങ്കിലും. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധാരണ മേടിക്കുന്നത്. ഇത് 3 ഇഞ്ചാണ് സൈസേ. ഇതിന് ഏകദേശം 150-140 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഗ്രാഫ്റ്റിംഗ് ടേപ്പെന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. പിന്നെ മേടിക്കുമ്പം നോക്കണം, കാരണം ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടേപ്പാണ്. കാരണം സ്ട്രെച്ചബിളും ഉണ്ട്, സ്ട്രെച്ചബിൾ അല്ലാത്തതും ഉണ്ട്. അന്നേരം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അതിനകത്തുള്ളത് എടുത്താൽ മതി. പിന്നെ ഇത് സാഫ് അറിയാമല്ല, സാഫ് ഫഞ്ചിസൈഡ്. അടീനിയത്തിന് എവിടെ ഒരു മുറിവ് പറ്റിയാലും ഇതങ്ങ് പുരട്ടി കൊടുക്കണം. ഇതിന് ഏകദേശം 20 ഗ്രാമാണ്. ഒരു 38 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് ഈ ഒരു ചെടിയെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതും ഏകദേശം 3 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു ഡബിൾ പെറ്റൽ അടിപൊളി, കുറച്ച് ഡാർക്ക് കളറാണ്. റെഡും ഉണ്ട്, വയലറ്റും ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബ്രാഞ്ച് കട്ട് ചെയ്ത് ഇതിനകത്ത് നിറയെ മുട്ടുകളുണ്ട്. എന്തായാലും ഇതെന്തായാലും ഞാൻ പ്രൂൺ ചെയ്യാനിരിക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും മറ്റേ ആ സാധാ സിംഗിൾ പെറ്റലിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽ അടീനിയാണ്. ഇത് നോൺ ഗ്രാഫ്റ്റഡ് ആണ്.
ഇത് നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് 3 ബ്രാഞ്ചസ് ഉണ്ട്. 3ലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും അത് കട്ട് ചെയ്യാം. നല്ല ബ്ലേഡ് തന്നെ എടുക്കണേ, അതല്ലേ പുതിയ ബ്ലേഡ് എടുത്താലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു തടിയുടെ പുറത്ത് വെച്ചിട്ടേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഡബിൾ പെറ്റലിൻ്റെ സ്റ്റെമ്മ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ലീഫ് നോഡുണ്ട്. ആ ലീഫ് നോഡ് മിനിമം ഒരെണ്ണമെങ്കിലും വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനുള്ളത്. അത് കാണിച്ചു തരാം. 1-2 ലീഫ് നോഡ് വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട്. കണ്ട, ഈ കാണുന്നതാണ് ലീഫ് നോഡ്. കണ്ട, അവിടെ ഒരു പാട് കണ്ട, അതായത് നമ്മുടെ ഇലകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പുതിയൊരു ബ്രാഞ്ച് പൊട്ടി മുളച്ച് വരുന്നത്. അപ്പോൾ അത് 1-2 നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ ആ ഡബിൾ പെറ്റലിൻ്റെ ആ ഒരു സ്റ്റെം എടുത്ത് ഇതിൻ്റെ പുറത്ത് സാവധാനം വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കി അങ്ങ് കെട്ടി വെച്ചാൽ മതി. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് റബ്ബർ കൊണ്ട് കെട്ടി വെച്ചാലും മതി. അപ്പം ഞാൻ റബ്ബർ എടുത്തില്ല. ഓക്കെ, ചരിഞ്ഞടി നിൽക്കുന്ന, അതുകൊണ്ട് നമുക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒറ്റ സ്റ്റെം ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളരെ പ്രയാസമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ചരിഞ്ഞൊക്കെ നിൽക്കുന്ന ബ്രാഞ്ചാകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. മറ്റേ നമുക്ക് പെട്ടെന്ന് ചെയ്ത് വിടാം. ചെയ്ത് താഴോട്ടങ്ങ് പിടിച്ചാൽ മതി. അല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റബ്ബറും കൂടി ഇട്ടിട്ട്, ചെറിയ റബ്ബറുണ്ട്, ചെറിയ റബ്ബർ മേടിച്ച് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ 3 ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, പെർഫെക്റ്റായി. കണ്ടോ, ഇന്ന് നവംബർ 2, 2025. നമുക്കിത് എത്ര ദിവസം കൊണ്ട് ഇത് സക്സസ് ആവില്ലയോ, സക്സസ് ആയാൽ തന്നെ എത്ര ദിവസം കൊണ്ട് ഇതിനകത്തുനിന്ന് ബ്രാഞ്ചസ് വരുമെന്ന് നമുക്ക് നോക്കാം. ഇതെന്നിട്ട് ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ടോ, അപ്പം ഞാൻ എന്തായാലും ഇത് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കും. കാരണം മഴത്തുള്ളികളോ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ആയിട്ട് വീണാൽ തന്നെയും ഇത് ചീഞ്ഞു പോകും. അതുകൊണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അതല്ലേ പിന്നെ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്യണം. ഇത് കണ്ടോ, ഇതിൻ്റെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഫഞ്ചിസൈഡ് തേച്ച് ആ കട്ട് ചെയ്ത പോർഷൻ
അപ്പോൾ അതാണ്ട് നമ്മൾ 2 ചെടിയിലും 3 ഗ്രാഫ്റ്റിംഗ് വീതമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എത്രണ്ണം സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം. മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം. 2ലും ഒരേ വെറൈറ്റി തന്നെ, ആ ഒരു ബ്ലാക്ക് ഡാർക്ക് കളർ, ആ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ 2ലും ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ എന്തായാലും ഞാനിത് ഷെയ്ഡിൽ വെച്ചിരിക്കുക, കാരണം മഴയൊന്നും ഒരു മഴത്തുള്ളി ഒരു കുറച്ച് പോലും വരാത്ത രീതിയിലായിരിക്കും ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഏതെങ്കിലും നമ്മുടെ ഒരു സാധാ ഒരു സിംഗിൾ പെറ്റൽ അടീന് വേണമെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പെറ്റൽ മാത്രമേ കാണത്തുള്ളായിരിക്കും ചിലരുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ആ ഒരു സിംഗിൾ പെറ്റൽ വെച്ച് തന്നെ നമ്മളൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും. ഞാനും അങ്ങനെയൊക്കെയാണ് ആദ്യം നമ്മൾ ചെയ്ത് പഠിച്ചത്. ആദ്യം ഡബിൾ പെറ്റൽ കയറി കൈവച്ചില്ല, ആദ്യം സിംഗിൾ പെറ്റൽ വെച്ച് സിംഗിൾ പെറ്റലിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ അതാണ്ട് ഇനി ഇപ്പം ഈ ഒരു ചെറിയൊരു അറബിക്കത്തിൻ്റെ ഒരു മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട്. ഇനി ഇതിനകത്തും കൂടി, കാരണം ആ സ്റ്റെമ്മ് ബാക്കി ഇരിപ്പുണ്ട് ഇനി, അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലേ, അങ്ങനെ ഇതിനകത്തും കൂടി ഇനി കുറച്ച് ഞാൻ എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പോയത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.